നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഫിറ്റ്നസ് സെൻ്ററിലേക്ക് അല്ലെങ്കിൽ ജിമ്മിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ജിമ്മുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മൾ ശരാശരി ഒരു സാധാരണക്കാർ ജിമ്മിനെ പറ്റി അല്ലെങ്കിൽ ആദ്യമായിട്ട് ജിമ്മിൽ ചെല്ലുന്ന ഒരു വ്യക്തി എന്താണ് നോക്കുക, ജിമ്മ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മിഷനറീസ് അഡ്വാൻസ്ഡ് ആണോ, ഇതൊക്കെയാണ് എല്ലാവരും നോക്കുക. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ജിമ്മുകളൊക്കെ അഡ്വാൻസ്ഡ് ആകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മിഷനറീസൊക്കെ ഇത്രത്തോളം ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് 70 കാലഘട്ടങ്ങൾ, 80 കാലഘട്ടങ്ങൾ, 90 കാലഘട്ടങ്ങൾ, 2000 കാലഘട്ടത്തിൽ ഇതിലൊക്കെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ലെജൻസ് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 70-ലും 80-ലൊക്കെയാണ് നമ്മുടെ അർണോൾഡിനെ പോലുള്ളവരൊക്കെ ഒളിമ്പിയൊക്കെ ഒരുപാട് തവണ അച്ചീവ് ചെയ്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജിമ്മിൽ ഇപ്പോൾ അത്യാധുനിക മിഷനറീസ് ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യാനോ കഴിയില്ല. ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒരു വ്യക്തി ജിമ്മിലേക്ക് വരുമ്പോൾ ആ വ്യക്തി അവരുടെ ഏജ്, അവരുടെ ബോഡി വെയ്റ്റ്, അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് ഇതൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ കാർഡിയോ വർക്കൗട്ടുകളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് വെയ്റ്റ് ട്രെയിനിങ്ങൾ കൊടുക്കുക. ഈ കാർഡിയോ എന്ന് പറയുന്നത് വെറും നമ്മൾ സൈക്കിള്, ട്രെഡ്മില്ല് ഇത് മാത്രമല്ല, അതല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലേഡീസിനും ജെൻസിനും തന്നെ നമ്മൾ ഏകദേശം ഒരേപോലത്തെ വർക്കൗട്ടിലായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. ഇവർക്ക് വർക്കൗട്ടിൽ കൊടുക്കുമ്പോൾ ഇവരുടെ ശാരീരിക ക്ഷമത, ലേഡീസിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്ത്, ജെൻസിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്ത്, ഇവരുടെ ഏജ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവർക്ക് നമ്മൾ വർക്കൗട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലരൊക്കെ ഉണ്ട്, ഇപ്പോൾ നമ്മളൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കുന്ന സമയത്തൊക്കെ 40 ബോഡി വെയ്റ്റ് 40 kg ഉള്ള ഒരാൾക്കും ഇപ്പോൾ 90+ അല്ലെങ്കിൽ 100+ kg ഉള്ള ഒരാൾക്കും ഡയറ്റ് പ്ലാൻ കൊടുക്കുമ്പോൾ ഇതും 2 രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജിമ്മിലോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മളവിടെ മെയിനായിട്ട് നോക്കേണ്ടത് മിഷനറീസ് വേണം. പക്ഷേ അതിനേക്കാൾ ഉപരി നോക്കേണ്ടത് ഇത് പഠിപ്പിച്ചു തരുന്ന ഇൻസ്ട്രക്ടർ, ട്രെയിനർ എന്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയി ഒരു 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം ജിമ്മിൽ പോകുമ്പോൾ വെയ്റ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് ചെറിയൊരു ധാരണയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണയൊക്കെ നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ഇന്ന പോലെ ബൈസെപ്സ് ചെയ്യണം, ചെസ്റ്റ് ചെയ്യണം, ഷോൾഡർ ചെയ്യണം, ഇങ്ങനെയുള്ളൊരു ലെഗ് ചെയ്യണം, ഇങ്ങനെയുള്ളൊരു അറിവൊക്കെ കിട്ടും. പക്ഷേ ഒരു ട്രെയിനർ റോളിലോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ട്രെയിനേഴ്സുള്ള ജിമ്മുകളിൽ മാത്രം നമ്മൾ പോയാൽ മാത്രമേ നമ്മൾക്ക് വർക്കൗട്ട് മാത്രമല്ല നമ്മുടെ ഫിറ്റ്നസ്സും നമുക്ക് സുരക്ഷിതമായി ചെയ്യാൻ പറ്റുള്ളൂ. ഈ പകുതി പഠിച്ച അല്ലെങ്കിൽ കുറച്ച് മാത്രം ഇതിനെക്കുറിച്ച് പഠിച്ച ഏതെങ്കിലും ട്രെയിനേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രം ജിമ്മിൽ പോയി വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത ആരെങ്കിലുമൊക്കെ ട്രെയിനേഴ്സ് നിന്നിട്ട് അതങ്ങനെ കളിച്ചാൽ മതി, ഇങ്ങനെ കളിച്ചാൽ മതി, അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് മാത്രം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫിറ്റ്നസ്സിനേക്കാൾ ഉപരി നമ്മൾക്ക് വരുന്നത് കൂടുതൽ ഇഞ്ചുറി ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ട്രെയിനർ ആണെങ്കിൽ എത്ര ഹെവി വെയിറ്റ് ഉള്ളൊരു വ്യക്തിക്കാണെങ്കിലും ആ വ്യക്തിനെ ഡയറ്റ് ചെയ്ത് നമുക്ക് നോർമൽ പൊസിഷനിലോട്ട് കൊണ്ടുവരാം. എത്ര ബോഡി വെയിറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിലും ഇപ്പോൾ ആ വ്യക്തിനെ നമുക്ക് ഒരുവിധ ശരാശരി ബോഡി വെയിറ്റിലോട്ട് കൊണ്ടുവരാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇഞ്ചുറീസ് ഉള്ള ഒരുപാട് പേര് ജിമ്മുകളിൽ വരാറുണ്ട്. കാൽമുട്ട് തേയ്മാനം, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ലിഗ്മെൻ്റ് കംപ്ലയിൻറ്റ്, അങ്ങനെ ബാക്ക് ഡിസ്ക് കംപ്ലയിൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് പേര് ജിമ്മിൽ വരുന്നുണ്ട്. ഇവരൊക്കെ ജിമ്മിൽ വരുന്ന സമയത്ത് നമ്മളിവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കണം. അതിന് തീർച്ചയായിട്ടും ഒരു എക്സ്പെർട്ടായ ട്രെയിനർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രെയിനർക്ക് മാത്രമേ പറ്റുള്ളൂ. ഏതെങ്കിലും കുറച്ച് ദിവസം ഏതെങ്കിലും ജിമ്മുകളിൽ പോയി അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് ഇതുകൊണ്ട് മാത്രം ഒരു ട്രെയിനർ ആവില്ല. അപ്പം നമ്മൾ ജിമ്മ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നല്ലൊരു ട്രെയിനറുടെ കീഴിൽ മാത്രം വർക്കൗട്ട് ചെയ്യുക. നല്ലൊരു ട്രെയിനറുടെ കീഴിൽ മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ഗോളാണ് ആഗ്രഹിക്കുന്നത്, ഫിറ്റ്നസ് ആണെങ്കിൽ ഫിറ്റ്നസ്, വെയ്റ്റ് ലോസ് ആണെങ്കിൽ വെയ്റ്റ് ലോസ്, ഇനി അതുമല്ല ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ ബോഡി ബിൽഡിങ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലോട്ട് വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിഷനറീസിൻ്റെ വലിപ്പവും അളവും എണ്ണവും മാത്രം നോക്കാതെ, ജിമ്മിൻ്റെ വലിപ്പവും നോക്കാതെ, അവിടുത്തെ ഇൻസ്ട്രക്ടർ നല്ലൊരാളാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നിങ്ങൾ ജിമ്മിൽ ചേരുക, വർക്കൗട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം, ബൈ ബൈ.